അതിന്ന് കാശെടുത്ത് ഒരു പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റിന്ന് വിചാരിച്ചിട്ടേ ഒരു ദൈവം നിന്നോട് കോപിക്കൂല. ദൈവം നമ്മുടെ മനസ്സിലാണ് ഇരിക്കേണ്ടത്, മനസ്സിൽ. കൃഷ്ണ, എന്താ ഇത്? എനിക്ക് പേടിയാവുന്നു. നല്ല വിശപ്പുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് 1-2 ദിവസമായി. ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടാവും? അതെ, ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുഡൊന്നും ആയിട്ടില്ല. ഒരു 50 രൂപ വരും, ഞാൻ പൊതിച്ചോറ് വാങ്ങിച്ചിട്ട് കഴിച്ചോളാം. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഒരു 50 രൂപ കുറവ് അങ്ങനെ കൊടുക്കുക. ഇത് തന്നെ എടുത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ദൈവത്തിനായാലും മനുഷ്യനായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ. അച്ഛ, എവിടെ നിന്നാണ് ഈ പൈസ? ഇത് കൃഷ്ണന്റെ അടുത്തിരുന്നിരുന്നു. എന്റെ കൃഷ്ണ, നാളെ എനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോകേണ്ട പൈസയാണ്. എന്റെ പാൽ പൈസ എത്തിക്കാൻ. ചേട്ടാ, പൈസ ഇങ്ങോട്ട് വന്നേ. നാളെ ഇതെനിക്ക് പാൽ പൈസ കൊടുക്കാനുള്ള പൈസ അച്ഛൻ്റെ ഉണ്ടെങ്കിൽ അച്ഛൻ വേറെ കൊടുക്കട്ടാ. മോളെ, ഒരു പാവപ്പെട്ടവന് കൊടുക്കത്. ഇതെനിക്ക് ആവശ്യമുള്ളതാ. അതെ, ഞാനൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുന്നു. എൻ്റെ കയ്യിൽ ബസ് കാശ് മാത്രമേ ഉള്ളൂ. എന്റെ കൃഷ്ണ, എന്നോട് കോപിക്കല്ലേ. അച്ഛൻ അറിയാതെ എടുത്താണ് ആ പൈസ. നാളെ തന്നെ നിനക്ക് പാൽപ്പായസം നിവേദിച്ചേക്കാട്ടാ. നീ എന്ത് പണിയാ കാണിച്ചത്? വീട്ടിലൊരാൾ വന്നാൽ ഇങ്ങനെ പെരുമാറുന്നത്? അച്ഛനൊരു ഭിക്ഷക്കാരനല്ലേ? ഭിക്ഷക്കാരനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇങ്ങനെയാ നിന്നെ പഠിപ്പിച്ചേക്കണം. എന്റെ പൊന്നച്ഛ, ഞാൻ നാളെ അമ്പലത്തിൽ കൃഷ്ണന് ഈ പാൽപ്പായസത്തിന് നേദിക്കാൻ വെച്ചേക്കണ പൈസയാണ്. അതിന്ന് കാശെടുത്ത് ഒരു പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റിന്ന് വിചാരിച്ചിട്ടേ ഒരു ദൈവം നിന്നോട് കോപിക്കൂല, മനസ്സിലായില്ലേ? ദൈവം നമ്മുടെ മനസ്സിലാണ് ഇരിക്കേണ്ടത്, മനസ്സിൽ. എന്തായാലും ഞാനിവിടെ വെച്ചേക്കണ പൈസ അച്ഛൻ എടുക്കാൻ നിൽക്കണ്ട. കൃഷ്ണ, എന്തു പറ്റി? എന്താണ് ഈ വിളക്ക് കെട്ടുപോണത്? കൃഷ്ണ, എന്നോട് എന്തിനാണ് ഈ കോപം? അച്ഛൻ പൈസ എടുത്തിട്ട് ഞാൻ തിരിച്ചു വാങ്ങിച്ച് വെച്ചില്ലേ, പിന്നെ എന്തിനാണ് എന്നോട് ഈ കോപം? കൃഷ്ണ, എന്നോട് ദേഷ്യം കാണിക്കല്ലേ. എനിക്ക് നീയല്ലേ ഉള്ളൂ. കൃഷ്ണ, എന്താ ഇത്? എനിക്ക് പേടിയാവുന്നു. എന്ത് പരീക്ഷണ, എന്ത് പ്രായശ്ചിത്തം വേണേലും ഞാൻ ചെയ്തോളാം. ഇങ്ങനൊന്നും കാണിക്കല്ലേ. നിന്റെ പണത്തിലേക്കോ, നീ നിവേദിക്കുന്ന പായസത്തിലേക്കോ, നീ അർപ്പിക്കുന്ന പൂക്കളിലേക്കോ അല്ല എന്റെ നോട്ടം. എന്റെ നോട്ടം നിന്റെ മനസ്സിലേക്കാണ്. നീയടക്കം സകല ജീവജാലങ്ങൾക്കും അന്നം കൊടുക്കുന്ന എനിക്കാണ് നീ അന്നം നിഷേധിച്ചത്. നീ എന്നെ എന്നും മനസ്സിലാക്കി തിരികൊടുത്തുന്നുവോ, അന്ന് ഞാൻ നിന്റെ മുമ്പിൽ തെളിയും. അയ്യോ, വിളക്ക് മറിഞ്ഞു നടക്കുന്നുണ്ടല്ലോ. കൃഷ്ണ, ഞാൻ കണ്ടത് സ്വപ്നമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഭിക്ഷക്കാരൻ്റെ നിന്ന് പൈസ തിരിച്ചു വാങ്ങിച്ചതിനല്ലേ നീ എന്നോട് പിണങ്ങിയത്? ഇനി ഞാൻ അങ്ങനത്തെ കുസൃതി ഒന്നും കാണിക്കൂല. എന്റെ കൃഷ്ണനല്ലേ, ഒന്ന് തെളി. എന്റെ കൃഷ്ണ, ഇപ്പോഴെനിക്ക് സമാധാനമായി. എന്റെ തിരി തെളിഞ്ഞല്ലോ.